ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എന്നതൊക്കെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. പ്രത്യേകിച്ചൊരു കാര്യമില്ലായിരുന്നു. ഞാനിന്ന് 5 മണിയായപ്പോൾ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് പോയതാണ്, പിന്നെ കിടന്ന് ഉറങ്ങിയില്ല. ഞാനങ്ങനെ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കും. അങ്ങനെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാനിട്ട് കേട്ടോ. അത് വെയിലാവുന്നതിന് മുന്നേ തന്നെ വിരിച്ചിടാൻ പറ്റും. ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഞാൻ വാഷ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ വാഷ് ചെയ്തിരും കേട്ടോ. കാരണം ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ടെറസിൽ നിന്ന് തുണി വിരിക്കാനേ പറ്റത്തില്ല. പോലെ ചൂടും വെയിലുമാണ്. എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും അന്നത്തെ ദിവസം ഫുള്ള് തലവേദനയായിരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെയിൽ കൊള്ളാതെ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അലക്കാനുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ഒരു 6 മണി 6:30 സമയത്ത് തന്നെ വാഷ് ചെയ്യാനിടും. എന്നിട്ട് വെയിലാവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ വിരിച്ചിടും കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നല്ല കാറ്റുള്ളത് കൊണ്ട് ഈ ക്ലിപ്പൊക്കെ ഇട്ട് വേണം തുണി വിരിച്ചിടാനായിട്ട്, അല്ലെങ്കിൽ മൊത്തം പറമ്പിൽ കൂടെ നടന്ന് പെറുക്കേണ്ടി വരും തുണി. അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും തിരിച്ചെടുക്കാനും വിരിച്ചിടാനും ഒക്കെ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അലക്കാനുള്ള ദിവസം രാവിലെ എഴുന്നേറ്റ് വരുന്ന വഴിയെ തന്നെ ഡ്രസ്സൊക്കെ അലക്കാനിടും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാപ്പി കൂടി അല്ലെങ്കിൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഷിംഗ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് വിരിച്ചിടാൻ ഉള്ള പാകത്തിന് ഇരിക്കും കേട്ടോ. അന്നേരത്തേനും വെയിലൊന്നും ആവത്തില്ല. മഴയൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ രാത്രിയിൽ ചെറിയ രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്ന്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും ഫുള്ള് നനഞ്ഞു കിടക്കുമായിരുന്നു. ഇനിയിപ്പോൾ മഞ്ഞ് പെയ്താണോ എന്നും അറിയില്ല. മഴക്കാലം നമുക്ക് പെട്ടെന്ന് കടത്തി വിടാൻ പറ്റുമല്ലേ. എന്നാ ഒരു മഴയായത്, ഇതൊന്നും തീർന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ എന്ത് പറഞ്ഞാലും ആ മഴ തീരട്ടെ മഴ തീരട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു തണുപ്പ് കാലമാണ്. ഇത് പെട്ടെന്ന് തീരല്ലേ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞങ്ങ് പോകും കേട്ടോ. നിങ്ങൾക്കറിയാമോ, ഇനി 12 ആഴ്ചയും കൂടെ ഉള്ളൂ ഈ വർഷം തീരാൻ വേണ്ടി. അങ്ങനെ മേളിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ പതുക്കെ താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ നേരത്തെ എഴുന്നേറ്റതുകൊണ്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ ഒന്നുകിൽ 2 സ്പൂൺ ഓട്സ് കുറച്ച് പാലിനകത്ത് തിളപ്പിച്ച് കഴിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും കേട്ടോ. വേവിക്കത്തൊന്നുമില്ല, പുഴുങ്ങാതെ അങ്ങനെ അങ്ങ് കഴിക്കും. പിന്നെ ഇതേ അമ്മച്ചി കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ അമ്മച്ചിയോട് പറഞ്ഞു മടുത്തു. അമ്മച്ചിയാണെങ്കിൽ എന്നെക്കാളും മുമ്പ് എണീക്കുന്നതുകൊണ്ട് അമ്മച്ചി ആദ്യമേ തന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ കൂട്ടത്തിൽ കട്ടൻ ചായയോ അല്ലെങ്കിൽ കാപ്പിയോ എന്തെങ്കിലും എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ കാപ്പിയാണ് സ്ഥിരമായിട്ട് കുടിച്ചുകൊണ്ടിരുന്നത്. ഇതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി കിടക്കാൻ പോകുമ്പോഴേ അമ്മച്ചിയോട് പറയും, എനിക്ക് രാവിലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കി വെക്കല്ലേ എന്ന് പറയും. അപ്പോൾ അമ്മച്ചിക്കത് പറ്റത്തില്ല, എന്ത് ചെയ്താലും അമ്മച്ചി ഉണ്ടാക്കി വെക്കും. അമ്മച്ചി പറയുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ മധുരം ഇട്ട് വെക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. അപ്പോൾ കാപ്പി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ കട്ടൻ ചായയാണ് എടുത്ത് വെക്കുന്നത്. എന്തായാലും എടുത്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാനങ്ങ് കുടിച്ചു കേട്ടോ. കുറച്ച് നാളായിട്ട് അടുക്കള ഭരണം ചെറുതായിട്ടൊന്ന് ഏറ്റെടുത്തത് കൊണ്ട് നമുക്കിങ്ങനെ വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴേ ഉള്ളൊരു ടെൻഷനാണല്ലോ, നാളെ രാവിലെ എന്നാ ഉണ്ടാക്കും, നാളെ ഉച്ചക്കത്തേന് എന്നാ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് ഉറക്കം വരാതെ യൂട്യൂബും തോണ്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് വളരെ അവിചാരിതമായിട്ട് നമ്മുടെ ഷാൻ ജിയോ ബ്രോയുടെ സ്പെഷ്യൽ ഒരു നീർദോശ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ റെസിപ്പി നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനത് കഴിച്ചിട്ടുണ്ട്. ഉടുപ്പി മംഗലാപുരം ഭാഗത്തെ സ്പെഷ്യലാണല്ലോ ഇത്. അപ്പോൾ ഞാൻ മംഗലാപുരത്തിന് പോയപ്പം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെസിപ്പി കണ്ടപ്പോൾ കാര്യമായ പരിപാടികളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തേനൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കറിയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ക്യാൻസൽ ചെയ്തു. ആ പയർ വേവിച്ച് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പയർ ഇന്ന് കറിയാക്കി അതിൻ്റെ കൂട്ടത്തിൽ നീർദോശയും ആവാം എന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും ഒന്നുമില്ലെങ്കിലും ഇതൊക്കെ നമുക്ക് സിമ്പിൾ അല്ലേ. കുറച്ച് അരിപ്പൊടി എടുക്കുക, നിറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് തേങ്ങ ഇടുക, ഉപ്പിടുക, അരച്ച് കലക്കി അങ്ങ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറേ വെള്ളം ഒഴിച്ച് അങ്ങ് നീട്ടിയെടുക്കണം കേട്ടോ. ഇതുപോലെ വെള്ളം പോലെ ഇരിക്കണം. ഞാൻ ചെറുതായിട്ട് എക്സൈറ്റഡുമാണ്, അതുപോലെ തന്നെ നെർവസുമാണ് കേട്ടോ. തമ്പുരാനറിയാം ഇന്നത്തോടെ എൻ്റെ അടുക്കള സർവീസ് അവസാനിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കൈയോട് തന്നെ കുറച്ച് പാത്രങ്ങൾ അങ്ങ് കഴുകി വെച്ചേക്കാം, അല്ലെങ്കിൽ കാപ്പി കൂടി കഴിയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് നിറയും കേട്ടോ. അപ്പോൾ പിന്നെ മടിയാവും ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ഈ പാചകത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് എനിക്കൊരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ. അതിനൊക്കെ എൻ്റെ വീട്ടുകാരും അനിയത്തിയൊക്കെ നല്ല രീതിയിൽ ഇരകളായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഈ ട്രോൾ പേടിച്ച് ഞാനൊന്ന് നിർത്തി വെച്ചേക്കാണ് കേട്ടോ. ട്രോളുന്നത് നമ്മളെ തന്നെ നിർത്തിക്കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് കളിയാക്കി കൊല്ലും കേട്ടോ. അത് മാത്രമല്ല, ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മടിയും കൂടെയൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അറിയാവുന്ന പരിപാടിക്ക് മാത്രമേ ഇപ്പോൾ പോകാറുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഇത് തുടങ്ങി വെക്കുന്നത്. അമ്മച്ചിയോട് ഞാൻ എന്തായാലും 2-3 പഴം അടുപ്പത്ത് വെച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇനി പട്ടിണി ആവണ്ടല്ലോ. ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്താണ് കേട്ടോ. അമ്മച്ചിയും അപ്പച്ചയും നീർദോശ കേട്ടിട്ടുമില്ല കഴിച്ചിട്ടുമില്ല കേട്ടോ. കാരണം ഇവിടെയൊന്നും അതങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചി കണ്ടിട്ട് ചോദിക്കും, ഇതിനെ പറ്റി വെള്ളം കൂടി പോയോന്നേ. ഇതുപോലെ അരിപ്പൊടി കലക്കി വെള്ളമൊക്കെ കൂട്ടി നീട്ടിയെടുക്കുന്നതുകൊണ്ടാണ് നീർദോശ എന്ന് പേര് വന്നേന്ന് അമ്മച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കേട്ടോ. ഞാൻ നല്ല ചൂടായിട്ട് നിൽക്കുന്ന പാനിലേക്ക് ഒഴിച്ചെങ്കിലേ ഉള്ളൂ ആ ഹോൾസ് ഒക്കെ കിട്ടുകയുള്ളൂ എന്ന് ഷാൻജിയോബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തിരിച്ച് എടുക്കാൻ പറ്റുന്നതെന്നുള്ള കാര്യം ആണ് ടാസ്ക്.
മാവ് ഒഴിച്ചൊഴിച്ച് വട്ടത്തിലാക്കി വന്നപ്പോഴത്തേക്കും കുറച്ച് കട്ടി കൂടിപ്പോയായിരുന്നു. പിന്നെ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിക്കണമായിരുന്നു തോന്നുന്നു. അതും ഞാൻ ചെയ്തിട്ടില്ല. എന്തായാലും പോരാൻ കുറച്ച് പാടാണ്. സത്യം പറഞ്ഞാൽ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ച് ഇച്ചിരി ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾക്ക് തന്നെ കഴിക്കാനാണെങ്കിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, നമ്മൾ കഴിക്കും. പക്ഷേ വേറൊരാൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് പുതിയ ഫുഡൊക്കെ ട്രൈ ചെയ്യുമ്പോൾ. ഇതെന്തായാലും നമ്മുടെ നീർദോശ ആദ്യത്തേത് എടുക്കാൻ കുറച്ച് പാടായിരുന്നു. ഞാനങ്ങ് വേർത്തു പോയി കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി കട്ടി കൂടിയേ ഉള്ളൂ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നീർദോശ കറക്റ്റ് റൗണ്ടിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവ് ഒഴിച്ചൊഴിച്ച് വരുമ്പോഴത്തേക്കും കട്ടി കൂടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെ ദോശയുടെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ഒരു തവി കോരി ഒഴിച്ച് ഏത് ഷേപ്പിലാണോ വരുന്നത് ആ ഷേപ്പിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനിയുള്ള ദോശ ഇങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഒരു തവി ഒഴിച്ച് ഈ പാനൊന്ന് വട്ടം കറക്കി റൗണ്ടിലാക്കി എടുത്താൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അമ്മച്ചിരി അതിനിടയ്ക്ക് നമ്മുടെ പയർ കറിയാക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിരുന്ന പയറൊന്ന് താളിച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഫൈനലി ഇതാ നമ്മുടെ ദോശ ഉണ്ടാക്കി വെച്ചതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ അത് ഉണ്ടാക്കി വെച്ച പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ പിച്ച് പറിച്ചെടുക്കേണ്ടി വന്നു. ഇങ്ങനെ കനം കുറഞ്ഞിരുന്നത് കൊണ്ട് ഒട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പിച്ച് പറിച്ച ദോശയാണ് കഴിച്ചത്. പയറുകറിയും പിന്നെ നീർദോശയും അതിൻ്റെ കൂട്ടത്തിലൊരു 2 മുട്ടയും പുഴുങ്ങി ആണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഇന്ന് ഉച്ചക്കത്തേന് കറിയൊന്നും വെക്കേണ്ട, കറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ പോരാത്തതിന് പയറുകറി വെച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ച് ബാലൻസ് ഉണ്ട്, അതും ഉച്ചക്കത്തേന് കൂട്ടാമെന്ന് വിചാരിച്ചു. ഇവനാണെങ്കിൽ വാതിക്കൽ ഇങ്ങനെ ആരെയോ നോക്കി കാത്തിരുന്ന് വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നല്. ഇവനാണിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എടുത്തുകൊണ്ട് നടക്കണം, കൊഞ്ചിക്കണം, വർത്താനം പറയണം, ചില പ്രത്യേക സമയങ്ങളിലൊക്കെ കളിക്കാൻ കൊണ്ടണം. നമ്മളെപ്പോഴേലും വെറുതെ ഇരിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ ടോയൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അവന്. 10 കിലോ ഒക്കെ എടുത്തുകൊണ്ട് നടക്കാൻ എനിക്ക് ഇച്ചിരി പാടാട്ടോ ഇപ്പോൾ. ഇത് ഞാൻ ചെടി നടാൻ വേണ്ടിയിട്ട് ഈയിടെ വൃത്തിയാക്കിയെടുത്ത ഒരു ഏരിയ ആണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടും സൈഡുമാണ്. ഇനി നല്ല അടിപൊളിയായിട്ട് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കണം. ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റ് ചെയ്തിട്ട് വേണോ ചെയ്യാൻ അതോ അതിനു മുമ്പ് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് വീടിൻ്റെ 4 സൈഡും ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നന്നായിട്ടൊരു ഗാർഡനിങ് ഏരിയ പോലെ ആക്കിയെടുക്കണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ChatGPT-യോട് ഒരു ഹെൽപ്പ് ചോദിച്ചായിരുന്നു, ഈ ഏരിയ എങ്ങനെയൊന്ന് ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. എനിക്ക് 1-2 ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പെയിൻ്റ് അടിച്ച് നീറ്റാക്കിയാൽ ദേ ഇങ്ങനെ ഇരിക്കും. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും കേട്ടോ. 2 ഇമേജസ് ഉണ്ട്. എനിക്ക് ഫ്ലവറിങ് പ്ലാന്റ്സിനേക്കാളും കുറച്ച് ഓർണമെൻ്റൽ പ്ലാന്റ്സ്, നല്ല ലീഫി പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇഷ്ടം. അതാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതുപോലെ അത്രയും ആ ഒരു രീതിയിൽ അവിടെ ഉണ്ടാകത്തില്ല. കാരണം അവിടെ മണ്ണില്ല, അതിനടിയിലേക്ക് പാറയാണ് കേട്ടോ. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് വേണം ആ ഏരിയ ഒന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അവിടെ വിട്ടിട്ട് ഞാൻ ദേ പോന്നു. ചെറിയ പരിപാടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ടൗണിലേക്കൊന്ന് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലാവുന്നതിന് മുന്നേ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞാൽ തിരക്കായിരിക്കും, ഉച്ചയ്ക്കാണെങ്കിൽ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ പോയിട്ട് പരിപാടിയൊക്കെ തീർത്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് ബേസിക് ആയിട്ടുള്ളൊരു ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് മിനുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഏതാണ് ഡ്രസ്സ് ഇടേണ്ടതെന്നാണ്. 2 എണ്ണം ഉണ്ട്. ഇത് രണ്ടും ഒരു പ്രാവശ്യം ഇട്ട് തേച്ച് വെച്ചേക്കുന്നതാണ്, വാഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇട്ടുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്ലാക്ക് ഫുൾ സ്ലീവാണ്, അപ്പം വെയിൽ കൊള്ളണ്ട, ഫുൾ സ്ലീവാണ് നല്ലതെന്ന് വിചാരിച്ചു അത് ഫിക്സ് ചെയ്തു. അങ്ങനെ രാവിലെ തന്നെ മുളച്ചെന്ന് മീശയൊക്കെ ഒന്ന് ഷേവ് ചെയ്തെടുത്തോട്ട് ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആവാം. കാരണം അമ്മച്ചിക്കും കൂടെ എൻ്റെ കൂട്ടത്തിൽ പോരാനുണ്ട്. അമ്മച്ചി ടൗൺ വരെ വരുന്നില്ല, അമ്മച്ചിക്ക് താഴത്തെ കടയിൽ വരെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മച്ചി തിരിച്ച് ഓട്ടോയിൽ വന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി. പ്രത്യേകിച്ച് മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല. ലിപ്സ്റ്റിക് ഇട്ടു, ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കി എടുത്തു. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. എനിക്ക് ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ടോപ്പൊന്നും എനിക്ക് തടി കൂടിയിട്ട് ഇടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. പിന്നെ അനിയത്തി വന്നപ്പോൾ അവൾ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടൈം വന്നപ്പോൾ അവൾ കൊണ്ടു തന്നു കേട്ടോ. ഇനി കുറച്ച് പരിമളം കൂടെ പൂശിയേക്കാം. ഈ ബാഗി ജീൻസ് വാങ്ങിച്ചപ്പോൾ തൊട്ട് ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. ഇനി കുറച്ച് കയ്യിൽ ഹാൻഡ് ക്രീമൊക്കെ അപ്ലൈ ചെയ്തേക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്ന് പോയിട്ട് വരാം. ഇതുപോലുള്ള ചെറിയ പരിപാടിക്കൊന്നും ഞാനിങ്ങനെ ബാഗ്, പേഴ്സ്, വാലറ്റ് ഒന്നും വെച്ച് അങ്ങനെ സ്റ്റൈൽ ചെയ്യാറൊന്നുമില്ല കേട്ടോ. പിന്നെ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് ബാഗ് ഒക്കെ കൂടെ കൊണ്ട് നടക്കുകയുള്ളൂ. ഇത് അല്ലെങ്കിൽ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ബാഗ് ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോകും. അല്ലെങ്കിൽ ഫോൺ മാത്രം കയ്യിൽ പിടിച്ചാൽ മതിയല്ലോ. ഫോണ് അല്ലെങ്കിൽ വണ്ടിയുടെ കീ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സ് ആവശ്യം വരും. അല്ല, പേഴ്സല്ല, ബാഗ് ആവശ്യം വരും. അതല്ലെങ്കിൽ എനിക്കിങ്ങനെ വെറുതെ പോകാനാണ് ഇഷ്ടം. ഫോൺ മാത്രം മതിയുള്ളൂ കയ്യിൽ. എന്ത് കിട്ടിയാലും വണ്ടിയുടെ സീറ്റിലേക്ക് അങ്ങ് എടുത്തിരും. കുറച്ച് അച്ചടക്കമില്ലായ്മ. അങ്ങനെ ടൗണിൽ കൂടെ പോയപ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ
കൊമ്പൻ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഞാനും അനീത്തിയും കൂടെ അച്ഛനും കൂടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഒരു സന്ധ്യ സമയത്തായിരുന്നു വന്നത് കേട്ടോ, വൈകുന്നേരം സമയത്തായിരുന്നു വന്നത്. അന്ന് ഇവിടെ ഭയങ്കര ബഹളവും ഭയങ്കര ക്രൗഡും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ അറിയാമായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ അന്നുണ്ടായിരുന്നു എന്നറിയില്ല. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ന്യൂസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് അന്ന് അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ഇതൊന്നും അത്ര നമ്മളെ അങ്ങനെ ത്രസിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല. അടുത്ത് നമ്മുടെ ടൗണിൽ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് കേൾക്കുമ്പം ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. സെയിം ഡേ തന്നെ ദൃശ്യം 3ൻ്റെ ഷൂട്ടിങ്ങും ഈ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ കേട്ടു, എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പാലാ കുരിശുപള്ളിക്കാവിൽ അതായി December 8 പോലെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ December 8 എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അന്ന് പാലാ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. എന്താ പറയുക, ഞാൻ ഇവിടുത്തെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു സംഗതിയാണ് December 8 എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് വലിയൊരു സംഭവമാണ് അത്. അന്നൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് നവംബർ ഒരു പകുതി തൊട്ട് ഡിസംബർ ക്രിസ്മസിൻ്റെ എക്സാമൊക്കെ ആവുന്നവരെ നമുക്ക് എല്ലാവർക്കും ഒരു ഫെസ്റ്റീവ് വൈബാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. December 8 പാലാ ജൂബിലിക്ക് നമ്മുടെ സ്കൂളിലെ പിള്ളേരെല്ലാവരും കൂടെ ഇങ്ങനെ ടൗൺ ഫുള്ള് ചുറ്റി ഒരു മരിയൻ റാലിയൊക്കെ ഉണ്ടാവും കേട്ടോ. ജോമാലയൊക്കെ ചൊല്ലി മാതാവിനെയൊക്കെ വെച്ച് ഒരു പ്രദക്ഷിണം ഉണ്ടാവും. അപ്പോൾ ആ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് തൊട്ടേ പ്രിപ്പയറിങ് തുടങ്ങും കേട്ടോ. പൂവൊക്കെ ഉണ്ടാക്കണം. പകുതി ദിവസങ്ങളിലും ക്ലാസ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ റാലി പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആഘോഷമായിരിക്കും. അത് ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പ്രായത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതും അതിൻ്റെയൊക്കെ ഒരു വാല്യൂ ഒക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നവർ, എൻ്റെ നാട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. 2 ദിവസമായിട്ട് നമ്മുടെ ടൗണിൽ എന്തൊക്കെയോ ഇഷ്യൂസാണ്. പ്രൈവറ്റ് ബസ്സുകാർ സ്ട്രൈക്കോ എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് SFIക്കാരും ഒക്കെ ആയിട്ട് എന്തോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോരുമ്പം അപ്പച്ചായി എന്നോട് പറഞ്ഞായിരുന്നു, സൂക്ഷിക്കണം, ഒത്തിരി നേരം ഒന്നും കറങ്ങി നടക്കണ്ട, പെട്ടെന്ന് ഇങ്ങനെ പോരണം എന്നൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ തീർത്താൽ പെട്ടെന്ന് പോവാണ്. നല്ല വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഏത് സമയത്ത് വന്നാലും തിരക്കാണ് കേട്ടോ. തിരക്കില്ലാത്തൊരു സമയം കണ്ടത് ഞാനും അനീത്തിയും കൂടെ ഓണത്തിൻ്റെ ദിവസം, തിരുവോണത്തിൻ്റെ അന്ന് മൂവി കാണാൻ വന്നപ്പം വലിയ തിരക്കും ബഹളവും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. എൻ്റെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഞാൻ പഠിച്ച സ്കൂള്. 5 തൊട്ട് ഞാൻ ഇവിടെയാണ് പഠിച്ചത്. നമ്മുടെ മിയ ജോർജും റിമി ടോമിയും ഒക്കെ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് അമ്മച്ചിതയുടെ വാതിക്കെ തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അമ്മച്ചി എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.